പൃഥ്വിരാജിന്റെ കഴിവ് 100 കോടിയാണ്, പൃഥ്വിരാജിന്റെ ഒരു ആവശ്യം 30 കോടിയാണ്. അപ്പോ പൃഥ്വിരാജ് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഏത്? അയാളുടെ എബിലിറ്റി 100 കോടി, അയാളുടെ ആവശ്യം 30 കോടി. ഇയാൾ എന്ത് ചെയ്യുന്നു? ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതിന്റെ പേരാണ് ഗുഡ് ഡെറ്റ്, നല്ല കടം. മറ്റൊരാൾ എബി മാഞ്ഞൂരാന്റെ എബിലിറ്റി നിൽക്കുന്നത് 1 കോടി, ആഗ്രഹം 30 കോടി, 29 കോടി പോയിട്ട് ബാങ്കിൽ നിന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ 30 കോടി തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ഇതിന്റെ പേര് ബാഡ് ഡെറ്റ്. എനിക്ക് കഴിവ് കൂടുതലുണ്ട്, എൻ്റെ നീഡിന് വേണ്ടിയിട്ട് ഞാൻ ബാങ്കിനെ ഉപയോഗിക്കുന്നു, അത് ഗുഡ് ഡെറ്റ്. എനിക്ക് കഴിവ് കുറവാണ്, പക്ഷെ എൻ്റെ ആഗ്രഹം വലുതാണ്, ഞാൻ ബാങ്കിനെ ആശ്രയിക്കുന്നു, അത് ബാഡ് ഡെറ്റ്. ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യരുതെന്ന് പറയുന്നില്ല, പക്ഷെ ബാങ്കിനെ ലിവറേജ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണം.